ഞാൻ കാണിച്ച ഈ അബദ്ധം നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? ചിക്കൻ തീർന്നിട്ട് പൊറോട്ടയും ചാറ് മാത്രമായിട്ട് കഴിക്കേണ്ട അവസ്ഥ, കഴിച്ച് തീർത്തു പോകും. അതാണ് ഈ കാന്താരി ചിക്കൻ അൽഫഹാം. ഓരോ ബൈറ്റിലും എരിവിന്റെ ആ ബിൽഡപ്പ് കൂടിക്കൊണ്ടിരിക്കും. മാക്സിമം സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഇങ്ങനെ തന്നെ കഴിക്കുക. പിന്നെ മയണൈസിനെ അങ്ങ് മറന്നു പോകല്ലേ. ഇവിടുത്തെ മയണൈസിന്റെ നല്ല ലൂസ് ടെക്സ്ചർ ആണ്, ഒരു മീഡിയം ടേസ്റ്റ്. ഇനി ഈ കാന്താരി അൽഫഹാമിന്റെ ഫ്ലേവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് മൈൽഡായി കാന്താരി മുളകിന്റെ എരിവ് ഒരു സോസി ടേസ്റ്റും കൂടെ ആയിട്ട് വരുന്ന ഒരു ഫ്ലേവർ ആണ് ഇതിനുള്ളത്. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് വേണം പറയാം. ഇതിന്റെ എരിവിന് രക്ഷപ്പെടാൻ ഒരു പൈനാപ്പിൾ ജ്യൂസ് ഞാൻ വലിയൊരു ഗ്ലാസ്സിൽ വാങ്ങിച്ചാൽ കുടിച്ചു. പിന്നെ ഇവിടെ തന്നെ ഓർഡർ ചെയ്ത വേറൊരു സാധനമുണ്ട്. ഇതിന്റെ പേരാണ് ലെബനീസ് അൽഫഹാം മന്തി. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെസമി സീഡ്സും തൈരും വെച്ച് എന്തൊക്കെയോ ഒരു ടോപ്പിംഗ് ഒക്കെ ചെയ്ത് ഉണ്ടാക്കിയ ഒരു അൽഫഹാം ചിക്കൻ വിഭവമാണിത്. ഇത് ഞാൻ വാങ്ങി കഴിക്കുന്ന സമയത്ത് 3 ദിവസം ആയിട്ടുള്ളൂ ഇതിന്റെ ലോഞ്ച് കഴിഞ്ഞിട്ട്. തുടക്കമായതുകൊണ്ടായിരിക്കാം ഈ ഐറ്റത്തിന് ഫ്ലേവർ കുറച്ചുകൂടെ ഒന്ന് കൂട്ടി കൊടുക്കായിരുന്നു. ഇതിന്റെ ഓണസ്റ്റ് റിവ്യൂ ആണ്. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. ഇവരുടെ മെനുവിൽ തന്നെ കുറെ അധികം സാധനങ്ങൾ ഇനിയുണ്ട്. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് നല്ലൊരു ഗാർഡൻ റിസോർട്ടിൽ ഇരുന്ന് കഴിച്ച ഫീലാണ്. അപ്പൊ ഞാനിപ്പോ ഉള്ളത് നമ്മുടെ തിരുവനന്തപുരം മണക്കാടുള്ള റഹ്മ ഫാമിലി റെസ്റ്റോറന്റിലാണ്. അതുവഴി പോകുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും മിസ്സാവാൻ പറ്റൂല ഈ സ്ഥലം. കാരണം ഒരു 10-24 ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്.